വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉദ്വേഗത്തിന്റെ മണിക്കൂറുകളാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്തിന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തിരുവനന്തപുരത്ത് വോട്ടെണ്ണലിന് പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ കൗണ്ടിംഗ് ഏജന്റുമാർ അവരെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. അവരെ ഓരോ കൗണ്ടിംഗ് കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന നടപടികൾ, ഉദ്യോഗസ്ഥർ പ്രവേശിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. തിരുവനന്തപുരത്ത് ആകെ 12,782 പോസ്റ്റൽ വോട്ടുകളാണ് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളത്. അതിൽ വീട്ടിൽ വോട്ട് മാത്രം 55,509 പേരുണ്ടായിരുന്നു. അതിൽ 5,064 ചെറിയ സംഖ്യയല്ല. കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ 5,000 എന്ന് പറയുന്നത് വളരെ വിധി നിർണ്ണയിക്കാവുന്ന സംഖ്യകൾ തന്നെയാണ്. ഈ പോസ്റ്റൽ വോട്ട് ഈ 12,782 എന്നത് ആദ്യ ഫലസൂചന വരുന്നത് മുതൽ ട്രെൻഡ് എന്തായിരിക്കും എന്നതിന്റെ ഒരു സൂചന തന്നെയായിരിക്കും. അതിനകത്ത് ഒരു തർക്കവുമില്ല. പിന്നെ നേരത്തെ രാജീവ് സാർ പറഞ്ഞതുപോലെ അവസാനം വരെ ഉദ്യോഗജനകമായ നിമിഷം സമ്മാനിക്കുന്നതാകും ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. അത് തിരുവനന്തപുരം ആ സാഹചര്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ 2014 വോട്ടെടുപ്പിന് സമാനമായ സാഹചര്യം ഉണ്ടാണ്. അതായത് ശശി തരൂർ, ഒ രാജഗോപാൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന അവസാന ലാപ്പിലാണ് രാജഗോപാൽ പരാജയപ്പെടുന്നത്, ശശി തരൂർ വിജയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ സാഹചര്യവുമായി നമുക്ക് ഇതിന് ഒട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം 2019 ആദ്യ റൗണ്ട് മുതൽ ശശി തരൂർ വലിയ മാർജിൻ നേടി കുതിച്ചു കയറുന്ന ഒരു കാഴ്ച കണ്ടത്. അതുകൊണ്ടാണ് അവസാനം എത്തുമ്പോൾ 1 ലക്ഷത്തോടടുത്ത് ഭൂരിപക്ഷത്തിലേക്ക് ശശി തരൂർ എത്തിയത്. BJPക്ക് കഴിഞ്ഞ 2019 നേമത്ത് മാത്രമാണ് ഭൂരിപക്ഷം നേടാൻ സാധിച്ചതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2014 സമാനമായ തിരുവനന്തപുരത്തെ കഥ.